ഒരു കുട്ടി ജനിച്ചു. കുട്ടിക്ക് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് 2 മണിക്കൂർ വിട്ട് പാല് കൊടുക്കണം. അമ്മ പാല് കൊടുത്തു. പാല് കൊടുത്ത് 5 മിനിറ്റ് കഴിഞ്ഞാൽ കുട്ടി കരയും. അപ്പൊ അമ്മ എന്ത് ചെയ്യും? പിന്നെയും പാല് കൊടുക്കും. കൊടുക്കരുത്. അതാണ് പ്രതിസന്ധി. ഡോക്ടർ പറഞ്ഞല്ലോ 2 മണിക്കൂർ ഇട്ട് പാല് കൊടുക്കണമെന്ന്. പക്ഷെ കുട്ടി കരയണത് ആർക്ക് കാണാൻ വയ്യ? അമ്മക്ക് കാണാൻ വയ്യ. അമ്മ പാല് കൊടുക്കരുത്. ഡോക്ടർ പറഞ്ഞാണല്ലോ കൊടുക്കരുത്. പക്ഷെ അമ്മ. അപ്പൊ ആ കുട്ടിയുടെ ആ വിശപ്പ് അല്ലെങ്കിൽ ആ ഒരു പ്രതിസന്ധി 2 മണിക്കൂർ വരെ വെയിറ്റ് ചെയ്യാനുള്ള ഒരു ട്രെയിനിങ് അത് അവിടെ നഷ്ടപ്പെട്ടു. കുറച്ചു കഴിഞ്ഞാൽ ഈ കുട്ടി കമഴ്ന്ന് കിടക്കാൻ നോക്കും. അങ്ങനല്ലോ നമ്മുടെ നാട്ടില് കൗലാന്നറിയും. കമഴ്ന്ന് കിടക്കാൻ നോക്കും. അപ്പൊ അത് വലിയ ഇടങ്ങാറുള്ള പണിയാണ്. മലന്ന് കിടക്കുന്ന കുട്ടി കമഴ്ന്ന് കിടക്കാന്നാണ്. അപ്പൊ ഈ സ്നേഹനിധിയായ അമ്മ ഈ കുട്ടിയെ തിരിച്ചിടും. അപ്പൊ ആ കമഴയാനുള്ള അവന്റെ ഒരു പ്രതിസന്ധി അവിടെ എന്തായി? ഇല്ലാണ്ടായി. കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇവൻ എഴുന്നേറ്റ് നിന്ന് വാക്കിങ്ങിനുള്ള ശ്രമം നടത്തും. നമ്മൾ കാണാറുണ്ട് നമ്മളെ കുട്ടിയൊക്കെ. ഞാൻ ജീവിതത്തിൽ ഏറ്റവും എൻജോയ് ചെയ്ത ഒരു രംഗം എന്ന് പറയുന്നത് എന്റെ ഹാഷിം നടന്നതാണ്. അവനിങ്ങനെ പിടിച്ചെഴുന്നേൽക്കുന്നു വീഴുന്നു, പിടിച്ചെഴുന്നേൽക്കുന്നു വീഴുന്നു, പിടിച്ചെഴുന്നേൽക്കുന്നു വീഴുന്നു. ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് അവൻ തന്നെ ഒരു ദിവസം, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഒരു റിസോർട്ടില് ബെഡിൽ നിന്നിട്ട് അവൻ ഇങ്ങോട്ട് നീച്ചുന്നിട്ട് ഉമ്മാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടന്നിട്ട് വന്നിട്ട് ബെഡിൽ നിന്ന് വീകാൻ പോയപ്പോ അങ്ങോട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പൊ ആ ബെഡിൽ നിന്ന് ഇങ്ങോട്ട് നടന്നപ്പോ ഓന് കിട്ടിയൊരു ത്രില്ലുണ്ട്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഓൻ നടന്ന പോന് കിട്ടിയ ത്രില്ല്, അതാണ് ഓന്റെ പ്രതിസന്ധി എന്ന് പറയുന്നത്. പക്ഷെ നമ്മള് പാരന്റ് എന്ത് ചെയ്യും? ഓനെ പിടിച്ച് വാക്കറിലിടും, ടയർ കൊടുക്കും. അപ്പൊ ഓന് വീകണ്ട. ആ പ്രതിസന്ധി അവിടെ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ അവന് ഭക്ഷണം കഴിക്കണല്ലോ. ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇത് വാരി തിന്നണല്ലോ. ഒരു 2 വയസ്സ് 1.5 വയസ്സൊക്കെ കുട്ടികളെന്താവും? വറ്റിങ്ങനെ പിടിച്ചു നോക്കും, തൊട്ടിങ്ങനെ. അതായത് 5 വറ്റെടുത്താൽ 1 കിട്ടുള്ളൂ. പക്ഷെ അതൊരു പ്രോസസ്സാണ്. അപ്പൊ ഇവനൊരു പ്ലേറ്റിൽ വെച്ചു കൊടുത്തിട്ട് 2 വയസ്സ് 2.5 വയസ്സൊക്കെ ചെയ്യേണ്ട സംഭവമാണ്. ഓന് ഒരു പ്ലേറ്റിൽ വെച്ചു കൊടുത്തിട്ട് ഈ കുട്ടി ഇതിങ്ങനെ എടുത്തിട്ട് അതായത് കുറെ താഴെ പോവും. പക്ഷെ അതിങ്ങനെ കഴിച്ചു പഠിക്കണം. അപ്പൊ അമ്മ എന്ത് ചെയ്യും? സ്നേഹനിധിയായ അമ്മ എന്ത് ചെയ്യും? വാരി കൊടുക്കും. അവിടെയും അവന്റെ ആ പ്രതിസന്ധി നഷ്ടപ്പെടുത്തി. കുറച്ചു കഴിഞ്ഞാല് കുട്ടി അവന്റെ പാന്റ് സ്വന്തമായിട്ടിട്ട്, ഞാൻ എന്റെ ഹംദാന് പാന്റ് ഇടാൻ കൊടുത്തിട്ട് ഓന് 2 കാലും ഒന്നിട്ട് ഇങ്ങോട്ട് കേറാഞ്ഞിട്ട് ഇങ്ങനെ അവനൊന്നും ചെയ്യാൻ പറ്റില്ല. ദേഷ്യം പിടിക്കണം. അങ്ങോട്ട് ഞങ്ങൾ 2 പാരന്റും 2 ഭാഗത്ത് ഇരുന്നിട്ട് ഇങ്ങനെ ആസ്വദിക്കാണ്. എന്നിട്ട് പിന്നെ അവൻ തന്നെ റിയലൈസ് ആണ് 2 കാലും ഒന്നിലാണുള്ളത്. അതുകൊണ്ടാണ് കുറുങ്ങണം മാറ്റിയിടുന്നത്. അങ്ങനെ ഒരു മണിക്കൂർ എടുത്തിട്ടാണ് അവൻ എന്ത് ചെയ്യണത്? പാന്റ് ഇടുന്നത്. അത് കഴിഞ്ഞ് അവന് സിബിടാനുള്ള ബുദ്ധിമുട്ട്, അത് കഴിഞ്ഞ് അവന് കൊടുക്കാനുള്ള ബുദ്ധിമുട്ട്. അപ്പൊ ഈ സ്നേഹനിധിയായ അച്ഛനും അമ്മയും എന്ത് ചെയ്യും? ചെയ്തു കൊടുക്കും. ഈ പാന്റ് ഇട്ട് കൊടുക്കും, ഇട്ട് കൊടുക്കും, ഈ സിബ് ഇട്ട് കൊടുക്കും. അതാണ് ബാഡ് പാരന്റിങ് എന്ന് പറയുന്നത്. ഇത് മുല കൊടുക്കണം അവിടുന്ന് മുതൽ തുടങ്ങുന്നുണ്ട്. അങ്ങനെ തുടങ്ങി ഇവന് സ്കൂളിൽ പോകുമ്പോൾ ഇവനെ പുസ്തകം എടുത്തു വെക്കണം. ആരെടുത്ത് വെക്കും? ഇവന് അടുത്തതല്ലോ ഹിഷാമൊക്കെ ഷൂ ഇടാൻ വേണ്ടിയിട്ട് കരച്ചില്. അതായത് നമ്മള് ഷൂ വാങ്ങിക്കൊടുക്കണം സ്കൂളിൽ പോകുമ്പോ. ഈ ഷൂ ഇടണ്ടേ? ആ ബാക്കത്തെ സാധനം കണ്ട് കേറൂലല്ലോ. എന്നിട്ട് ഓനിങ്ങോട്ട് ദേഷ്യം പിടിച്ചിട്ടുണ്ടല്ലോ. ഷൂ സ്വന്തമായിട്ട് ഇട്ട് കൊടുക്കരുത്. അതും കഴിഞ്ഞിട്ട് ഫാത്തിമാന്റെ അടുത്ത കരച്ചിലുണ്ട്, ലേസ് കെട്ടാന്. അത് അവരുടെ ഒരു പ്രായം 3.5 LKG പോണ സമയത്ത് ലേസ് കെട്ടണല്ലോ. കെട്ടിക്കൊടുക്കരുത്. ഓൻ കെട്ടട്ടെ. അങ്ങനെ ഓരോ ഘട്ടത്തിലും ഇപ്പം അവരുടേത് അലക്കേണ്ട സമയത്ത് അവർ അലക്കണം, ആറിയിടേണ്ട സമയത്ത് അവർ ആറിയിടണം, അയൺ ചെയ്യേണ്ട സമയത്ത് അവർ അയൺ ചെയ്യണം. പിന്നെ ബെഡ് വൃത്തിയാക്കേണ്ട സമയത്ത് മേക്ക് യുവർ ബെഡിന്റെ സമയത്ത് അത് ചെയ്യണം, ടോയ്ലറ്റ് ക്ലീൻ ചെയ്യേണ്ട സമയത്ത് അത് ക്ലീൻ ചെയ്യണം, അടിച്ചു വാരേണ്ട സമയത്ത് അത് അടിച്ചു വാരണം. അങ്ങനെ തുടങ്ങി ഒരു കുട്ടിയുടെ ഓരോ ഘട്ടത്തിലും മുലകുടി പ്രായം മുതൽ 18-ാം വയസ്സ് വരെയുള്ള അവന്റെ ഓരോ പ്രായത്തിലും അവൻ ചെയ്യേണ്ട ഓരോ പണിയും ആര് ചെയ്യണം? ഓൻ തന്നെ ചെയ്യണം. അത് പാരന്റ്സ് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ബേസിക്കലി ഡോപ്പമൈൻ അഡിക്ഷൻ. കാരണം ഇവന് വേണ്ടതൊക്കെ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ആയിട്ട് കിട്ടുകയാണ്. കോഴിക്കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാല് തള്ള എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ എന്ന് പറഞ്ഞിട്ട് കൊത്തിയിട്ട് അരി പൊടിച്ചിട്ട് നുറുക്കാക്കിയിട്ട് ആർക്ക് ഇട്ട് കൊടുക്കും? കുട്ടിയെ ഇട്ട് കൊടുക്കും. അത് ആദ്യം തൊള്ളേല് വരെ ഇട്ട് കൊടുക്കുമാണെങ്കിൽ, പിന്നെ അവർക്ക് നുറുക്കാക്കിയിട്ട് പൊടിച്ചിട്ട് നിലത്തിട്ട് കൊടുക്കും, കൊത്തി തിന്നടാന്ന്. കണ്ടിട്ടുണ്ടോ? അത് കഴിഞ്ഞാൽ ഈ തള്ളക്കോയി ഇങ്ങനെ കൊണ്ടുപോയിട്ട് ചെതലൊക്കെ ചിക്കിയിട്ട് കുട്ടികളോട് പറയാം അവിടെ ചെതലുണ്ട്, മാണേ പോയി തിന്നോളി. കോഴി പോവില്ല. കാരണം വല്ല എറലാട്ടിയോ പരുന്തോ വന്നിട്ട് ഇതിനെ പിടിക്കുമോന്ന് അറിയാൻ വേണ്ടിട്ട് അവിടെ നിൽക്കും. അങ്ങനെ ചെറിയ കുട്ടികളല്ലേ. കുറച്ചും കൂടി കഴിഞ്ഞിട്ട് കോഴി ഇങ്ങനെ നടക്കും, അതിന്റെ കൂടെ കുട്ടികളും ഇങ്ങനെ നടക്കും. കോഴി ഇങ്ങനെ തിന്നും,
ഇവിടൊക്കെ ഉണ്ടാവും, ആണേ തപ്പി തിന്നോളി എന്ന് പറയും. കുറച്ചും കൂടി കഴിഞ്ഞാല് കോഴി പറയും, ഞാൻ ഈ വൈക്കാണ് പോണത്, നിങ്ങൾ ആ വൈക്ക് പോയിക്കോളി, എന്റെ പിന്നാലെ വന്നാല് നല്ല കൊത്തിയാട്ടാന്ന് പറയും. അപ്പൊ അത് ക്രൂരതയല്ല. ഓരോ സ്റ്റേജിലും കുട്ടിക്ക് കിട്ടേണ്ട സെൽഫ് ഡിപ്പെൻഡൻസി, സെൽഫ് സഫിഷ്യൻസി അത് കിട്ടിയേ പറ്റൂ. എല്ലാത്തിനും ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ, വെള്ളത്തിന് വെള്ളം, ഫുഡിന് ഫുഡ്, എല്ലാത്തിനും എല്ലാം റെഡിയായ കുട്ടി, അവന്റെ ഏറ്റവും വലിയ രസകരം എന്താണെന്നറിയോ? അപ്പൊ നാളെ ഒരു കല്യാണം അറ്റൻഡ് ചെയ്ത് വരികയാണ്. അപ്പൊ ആ കല്യാണത്തിന് ഞങ്ങളൊക്കെ പ്ലേറ്റ് കഴുകുന്നുണ്ട്. ആ കല്യാണത്തിന്റെ റൂൾ അതാണ്, പ്ലേറ്റ് എല്ലാവരും കഴുകി വെക്കണം, അതാണ് അവിടുത്തെ റൂൾ. അപ്പൊ ഞാനും അബുദാബിയിൽ വർക്ക് ചെയ്യുന്ന എന്റെ ഒരു ഫ്രണ്ടും ഞങ്ങളിങ്ങനെ പാത്രം കഴുകുമ്പോൾ ഓനുണ്ട് 2 പാത്രം കഴുകണം. അപ്പൊ ഞാൻ അവനോട് വെച്ച് ആരതാടാ 2ാമത്തെ പാത്രം? അതിന്റെ മോനാണ്. മോൻ എന്ത് ചെയ്യുന്നു വെച്ചു. മോൻ +2 കാരനാണെന്നാണ്. അപ്പൊ +2 പഠിക്കുന്ന മോന്റെ പ്ലേറ്റ് വാപ്പ കഴുകുകയാണ്. ഞാൻ പറഞ്ഞ അനക്കെട്ടിന്റെ പണി കിട്ടുന്ന അനക്കെട്ടിന്റെ പണി കിട്ടുന്നതാണ്. അവനിപ്പോ ഒരു കോളേജിൽ കൊണ്ടുപോയി ചേർത്തിട്ട് അവിടെ നിൽക്കാൻ വയ്യ വാപ്പ എന്നാണ് അവൻ ഓടിപ്പോന്നു. ഞാൻ അന്നേ പറഞ്ഞു അവനോട്. അപ്പൊ ഈ കുട്ടികളുടെ 15 വയസ്സായിട്ടും അവന്റെ എല്ലാ സാധനങ്ങളും, അലക്കലും ബെഡും സാധനങ്ങളും മൊത്തം മലർന്ന് കടന്ന് ഉറ്റിച്ചു കൊടുക്കുക. ആ ഉറ്റിച്ചു കൊടുക്കുമ്പോഴാണ് കുട്ടികൾ ബേസിക്കലി ഡോപ്പമൈൻ ഡെഫിഷ്യന്റ് ആവുന്നത്. അങ്ങനത്തെ കുട്ടികളാണ് റിമോട്ട് വാങ്ങി വെക്കുമ്പോൾ ആത്മഹത്യ ചെയ്യുന്നവര്, ചീത്ത വിളിക്കുമ്പോ പിന്നെ ബിൽഡിങ്ങിന്റെ മേലിന്ന് ചാടുന്നവര്, മാർക്ക് കുറഞ്ഞാൽ പിന്നെ ആത്മഹത്യ ചെയ്യുന്നവര്, SSLC തോൽക്കുമോ എന്ന് പേടിച്ചിട്ട് റിസൾട്ട് വരുന്നതിന് മുമ്പേ ആത്മഹത്യ ചെയ്യുന്നവര്, ഇതൊക്കെ ഇങ്ങനത്തെ കുട്ടികളാണ്. ഈ ബ്രോയിലർ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഓരോ കുറ്റം വരണ്ട. ഈ കുട്ടി അവന് 25 വയസ്സായാല് അവൻ ഏറ്റവും കൂടുതൽ തെറി വിളിക്കാരെന്നറിയും. അവൻ ഏറ്റവും കൂടുതൽ തെറി വിളിക്കുക, എന്റെ ജീവിതത്തിൽ ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാതെ എന്നെ ആക്കി, ഒരു പ്രതിസന്ധിയും തരണം ചെയ്യാൻ പറ്റാതെ എന്നെ ജീവിതത്തിലേക്ക് കടത്തി വിട്ട്, എന്നെ ജോലിക്കും വിട്ട്, എന്റെ ഡിഗ്രിക്കും വിട്ട്, എന്നിട്ട് കല്യാണം കഴിപ്പിച്ച് ആകെ ഒരു മനുഷ്യന്റെ പ്രതിസന്ധികളൊന്നും ആലോചിക്ക്. ഞാനിപ്പോ 16 കൊല്ലമായി കല്യാണം കഴിച്ചിട്ട് അതിൽ എന്തൊക്കെ യുദ്ധം കടന്നുപോയി. ആ യുദ്ധമൊക്കെ നേരിടണം. 4 കുട്ടികൾ എങ്ങനെയായിട്ട് വലുതായിരുന്നു എനിക്ക് തന്നെ ഓർമ്മയില്ല. ആ പാരന്റിങ്, ജോലി, സമ്പത്ത്, ഒന്നുമില്ലായ്മയിൽ നിന്നും സമ്പത്ത് ഉണ്ടാക്കണം, കുടുംബത്തെ പോറ്റണം, കുട്ടികളെ പോറ്റണം, ഉമ്മാനെ പോറ്റണം, കുടുംബം മൊത്തം പോറ്റണം. അങ്ങനത്തെ ജീവിതത്തിന്റെ വലിയ വലിയ പ്രതിസന്ധികൾ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫ്രിഡ്ജ് പോലും സ്വന്തമായിട്ട് ഇങ്ങനെ തുറന്നു നോക്കാത്ത ഓനെ പറഞ്ഞേച്ചേക്ക.